ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടോ. പുഡിങ് ഏതാണെന്ന് മനസ്സിലായോ? അറബിക് പുഡിങ്. സംഭവം അടിപൊളി ടേസ്റ്റ് കേട്ടോ. ടേസ്റ്റിൻ്റെ കാര്യം പറയാനില്ല. ഇത് ഉണ്ടാക്കാനില്ലേ ആകെ ഒരു 15 മിനിറ്റ് നിങ്ങൾക്ക് കളയാനുണ്ടോ? ഇത് അത്രക്കും സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഇതുണ്ടാക്കാൻ വേണ്ടി ഞാനിതാ 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ചെടുത്ത് നമുക്കിതാ ഞാൻ 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ഉണ്ട്, അതിലേക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നല്ലപോലെ മിക്സ് ചെയ്ത് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ പാലിലേക്ക് ഇട്ടെടുത്ത് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം. സംഭവം ഉണ്ടാക്കാൻ സിമ്പിൾ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. ഞാൻ ഇത് പെരുന്നാളിൻ്റെ അന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ സ്പോട്ടിൽ സാധനം തീർന്നിട്ടുണ്ടായിരുന്നു. എന്നല്ല രാവിലെ ഇതും ഞാൻ ഉണ്ടാക്കി അതൊന്ന് തണുത്ത് കിട്ടാൻ പോലും സമയം ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോഴത്തേക്കന്നെ പാത്രം കാലിയായിട്ടുണ്ടായി. അതിനിതാ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്ത് നിങ്ങൾക്ക് എത്രത്തോളം മധുരം വേണോ അതിനുള്ളത് പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഇതാ കസ്റ്റർഡ് റെഡി ആയിട്ടുണ്ട്. ആ ഒരു ടൈമിന് അത് തണിയാൻ വെക്കുന്ന ആ ടൈമിന് ഞാൻ വേഗം ബ്രെഡ് എടുക്കുന്നുണ്ട്. ബ്രെഡിൻ്റെ സൈഡൊക്കെ കളഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ 2 ലെയറായിട്ട് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഞാൻ പെരുന്നാൾക്ക് ആകെ ഒരു ലെയറായിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായത്, പക്ഷെ അതുകൊണ്ട് തന്നെ 2 ലെയറിലായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നി കേട്ടോ. അതുകൊണ്ട് തന്നെ ഇല്ല ബ്രെഡിൽ ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതാ നേരത്തെ ഉണ്ടാക്കിയ കസ്റ്റർഡില്ലേ അത് ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും നിങ്ങൾ ഒരു വട്ടെങ്കിലും ഈ ഒരു പുഡിങ് ഉണ്ടാക്കുക തന്നെ ചെയ്യണം കേട്ടോ. അത്രയും ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രക്കും ടേസ്റ്റ് കേട്ടോ. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഓരോന്ന് ചെയ്ത് വെക്കുന്ന ടൈമിനെ നിങ്ങൾ ആ ടൈമിനെ അടുത്തതും കൂടി ചെയ്ത് വെക്കുകയാണെങ്കിലേ പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കുക കേട്ടോ. ഇനി ഇതൊന്ന് നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രീസറിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ആ ടൈമിനെ വേഗം ഇതിന് വേണ്ടിയിട്ടുള്ള ക്രീം നമുക്ക് ബീറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ 1/2 കപ്പ് ഫുള്ളായിട്ട് എടുത്തിട്ടില്ല. വിപ്പിംഗ് ക്രീമും പിന്നെ കുറച്ച് ഫ്രഷ് ക്രീമില്ലേ അതും പിന്നെ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി അയച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണ് ക്രീം ചീസില്ലേ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി വരുമ്പോഴേ ഇതിൻ്റെ ടേസ്റ്റ് വേറെ ലെവലാവും കേട്ടോ. പിന്നെ ഇത് നല്ല തിക്കായിട്ടുള്ള ക്രീമാക്കിയിട്ട് എടുക്കണ്ട കേട്ടോ, കുറച്ച് ലൂസാക്കിയിട്ട് എടുത്താൽ മതി. ഇനി ഇത് നേരത്തെ നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ടുള്ള ആ കസ്റ്റേർഡ് മിക്സിൻ്റെ മുകളിലേക്ക് ഇതും കൂടി ഒഴിച്ചെടുക്കാം കേട്ടോ. ഇതും കൂടി ഒഴിച്ചെടുത്ത് നല്ലപോലെ ഒന്ന് സൈഡൊക്കെ ഒന്ന് ഒപ്പിച്ചെടുക്കുക കേട്ടോ. ജസ്റ്റ് ഞാൻ നല്ല തിക്കായിട്ടല്ലല്ലോ ആക്കിയിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ സൈഡിലേക്ക് നമുക്കിങ്ങനെ ഒന്ന് ടാബ് ചെയ്ത് കൊടുക്കുന്ന ടൈമിന് അതായിക്കോളും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാഷ്യൂം പിന്നെ ബദാമും കേട്ടോ അതും ചോപ്പ് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഗാർണിഷ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് ഒരു 4 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. പക്ഷേ ഇവിടെ ഉള്ളവർക്ക് അതിനുള്ള സബൂറൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ 1 മണിക്കൂറിന് ശേഷം തന്നെ എനിക്കിത് കട്ട് ചെയ്തെടുക്കേണ്ടി വന്നു. പെരുന്നാൾക്കും അതേ അവസ്ഥ തന്നെ, ഇപ്പോഴും അങ്ങനെ തന്നെ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. വീഡിയോ ഇഷ്ടമായി ലൈക്ക്